ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇവിടെ ഇപ്പം ഗുഡ് മോർണിംഗ് ആണ്, നാട്ടിലെ ഗുഡ് നൈറ്റ്. ഇന്ന് നല്ലൊരു ശനിയാഴ്ചയായിട്ട് അതിരാവിലെ എഴുന്നേൽക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വാഷിങ്ടൺ പോവാണ്. അവിടെ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ, വൈറ്റ് ഹൗസ് ഒക്കെ ഒന്ന് കാണാൻ. പിന്നെ എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയില്ല, എന്തൊക്കെയോ മോണ്യുമെൻറ്റോ അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വ്ളോഗിൽ കാണാം. അയ്യോ എനിക്ക് വയ്യേ, എനിക്ക് എന്നെ ഉറങ്ങണം. ഇതെന്താ? അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ഉറക്കം തൂങ്ങി നിന്ന് ബോറടിപ്പിക്കുന്നില്ല. റെഡി ആയിട്ട് വന്നിട്ട് കാണാം. ഓക്കെ. ആരും പേടിക്കണ്ട, ഇത് ഞാൻ തന്നെയാണ്. നേരത്തെ ഉറക്കപ്പിച്ചിലുള്ള ആളല്ല ഞാൻ. ഇപ്പോൾ കുളിച്ച് കുറച്ച് ഫ്രഷായി, നല്ല ചെറിയ മേക്കപ്പൊക്കെ ചെയ്ത് നമ്മൾ സെറ്റാണ് പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് നേരത്തെ ഞാൻ ആ ഒരു ഉറക്കത്തിൻ്റെ ഇതിൽ ഞാൻ വാഷിങ്ടൺ എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ആക്ച്വലി നമ്മൾ പോകാൻ പോകുന്നത് വാഷിങ്ടൺ DC ഇവിടുന്ന് ഒരു 4 hour ഡ്രൈവ് ഉണ്ട് അവിടേക്ക് എത്താൻ. അപ്പോൾ ലെറ്റ്സ് ട്രാവൽ ടുഗെദർ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിത് ഇറങ്ങുകയാണ്. ഞാൻ തൊപ്പിയൊക്കെ എടുത്തിട്ടുണ്ടല്ലേ, ഞാൻ വാടിക്കരിഞ്ഞു പോകും. ഒടുക്കത്തെ ചൂടാണ് തോന്നുന്നത്. കാറിൽ കയറി നമുക്ക് 2 പേരെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അമ്മി ഹലോ, ജോസ് ചേട്ടാ ഹലോ. ഹലോ. ഞാൻ കണ്ടേ. അക്കു ഹലോ. ബൈ. നമ്മള് വീട്ടിൽ നിന്ന് കുറച്ച് വീട്ടിൽ ഇറങ്ങിയിട്ട്, പക്ഷെ വയറൊന്ന് കത്താൻ തുടങ്ങി, വിശപ്പ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഡങ്കി ടോണൻസിൽ കയറിയിട്ട് എന്താ പറഞ്ഞേ, എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ കോഫി സാൻഡ്വിച്ച്. അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് അടുത്ത് പോവാം. ആമി നമ്മൾ എവിടെ പോവാ? വാഷിങ്ടൺ DC. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് റാപ്പ്. ഇത് ഹാഷ് ബ്രൗൺസ്. അത് ജോസി. ഇതെന്തോ വെറൈറ്റി സാധനമാണ്, സംഭവം പേരെന്താ? ആമി ചെസോറ ആണെന്ന് തോന്നുന്നു. അക്കു എന്താ കഴിക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് റാപ്പാ. വയറ് നിറച്ച സന്തോഷത്തിൽ എന്തൊക്കെയോ ചളികളൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ക്ഷീണിച്ചു മക്കളെ, ക്ഷീണിച്ചു. ഞാൻ നിർത്താണ്ട് വളവളവളാന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും ക്ഷീണിക്കത്തില്ലേ? വീട്ടിലിരുന്ന വിശപ്പില്ല, പക്ഷെ എവിടെയെങ്കിലും പുറത്തിറങ്ങി അപ്പം തുടങ്ങും വയറ്റിൽ കൊക്കപ്പുഴുവിൻ്റെ വിളയാട്ടം. എന്താണെന്നറിയുന്നില്ല, ഒടുക്കത്തെ വിശപ്പായിരുന്നേ. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ആമിയും കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊരു സമാധാനം. നമ്മൾ അടുത്ത സ്റ്റോപ്പ് എവിടെയാണ് നിർത്തുന്നേന്നുള്ള ആലോചനയിലാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ ബാൾട്ടിമോർ ഹാർബർ ടണലിലോട്ട് കയറുകയാണ്. എനിക്കിതാ വെള്ളത്തിനടി കൂടെ, ഇനി വെള്ളത്തിനടി കൂടെ കയറാൻ പോകുന്നുള്ളൂ. അത് മാപ്പും കൂടെ എടുത്തു. ഇതിനകത്തൊക്കെ സ്റ്റക്കായി പോയല്ലോ. ഇതിനകത്തോട്ട് വെള്ളം ഒന്ന് ചെറുതായിട്ട് ലീക്ക് ആയി. ബുദ്ധിയില്ലായ്മ ഒരു തെറ്റല്ല. എവിടുന്ന് കണ്ടുപിടിച്ച്? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ഓ കെട്ടിനാണ്. നമ്മുടെ ഈ വിശപ്പിൻ്റെ ആളിക്കത്തല്ലേ, ഫുൾ നാട്ടിലെ ഫുഡിനെ പറ്റിയായിരുന്നു ഡിസ്കഷൻ. പൊറോട്ടയും ബീഫും ആയിരുന്നു നമ്മുടെ താരങ്ങൾ. പക്ഷേ എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് എൻ്റെ കൊല്ലത്താണെങ്കിൽ കേരളപുരത്ത്, കേരളപുരത്താണെങ്കിൽ മറ്റേ എഴുത്താണിയിൽ കോയിൻ പൊറോട്ടയും നല്ല മുട്ടക്കറി, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പപ്പടം, കുറച്ച് സവാള, പിന്നെ നല്ല ചൂട് കാപ്പി. ഹായ്, നല്ല ഭേഷായി.
നിങ്ങൾ ആരെങ്കിലും കൊല്ലത്തുള്ള എഴുത്താണിക്കടയിൽ പോയിട്ടുണ്ടെങ്കിൽ കമന്റ് കരൂ ഗൈസ്. ഇപ്പൊ നമ്മൾ അടുത്ത പിറ്റ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. എവിടെയാണ്? വാവ. ഇവിടുത്തെ വാവ, ബാൾട്ടിമോറിലെ വാവ. ഓക്കെ, താങ്ക് യു. ഇതിനകത്ത് കയറിയതും എല്ലാവരും പല വഴിക്ക് പോയി. ഞാനാണെങ്കിൽ ഇവിടെ ഫുൾ ഇങ്ങനെ അരിച്ചു പുറക്കുക, എന്താ എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിൽ. ഇതെല്ലാം നിങ്ങക്ക് കഴിക്കാനാ? ശരിക്കും ആദ്യം അടിമാലി കടന്നായിരിക്കുമായിരുന്നല്ലോ. Guys, welcome to Washington. ഇത്രയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ ഞങ്ങൾ കുറച്ച് അലമ്പ് കൂട്ടങ്ങളാണ് ട്രിപ്പിന് പോകുന്നതെന്ന്. പക്ഷേ കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്കൊരു ഫാമിലിയും കൂടെ മീറ്റ് ചെയ്യാനുണ്ട്. ഫൈനലി പ്രഭുചേട്ടനെയും കുടുംബത്തെ നമുക്ക് കണ്ടു കിട്ടി ഗൈസ്. വെൽക്കം ടു മൈ ചാനൽ. ഇവിടെ വാഷിംഗ്ടൺ DC-യിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ, കാർ പാർക്കിംഗ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളൊരു പാർക്കിംഗ് പ്ലേസ് കണ്ടെത്തിയിട്ട് അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്ന വൈറ്റ് ഹൗസിലേക്കാണ്. വാഷിംഗ്ടൺ DC യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ സിറ്റിയാണ് വാഷിംഗ്ടൺ DC എന്ന് പറയുന്നത്. DC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിക്റ്റ് ഓഫ് കൊളംബിയ എന്നാണ്. അമേരിക്ക ആദ്യമായി കണ്ടുപിടിച്ച വ്യക്തിയായിരുന്നു ക്രിസ്റ്റഫർ കൊളംബസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആദരവായിട്ടാണ് DC, അതായത് ഡിസ്ട്രിക്റ്റ് ഓഫ് കൊളംബിയ എന്ന് പേരിട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. വാഷിംഗ്ടൺ DC-യിൽ എവിടെ നോക്കിയാലും ഏത് മുക്കിലും മൂലയിലും എല്ലാം ഭയങ്കര പ്രൗഢ ഗംഭീരമായിട്ടുള്ള ബിൽഡിങ്സ് ആണുള്ളത്. ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രധാനപ്പെട്ട കാര്യാലയങ്ങളും മന്ത്രാലയങ്ങളും എല്ലാം ഇവിടെയുണ്ട്. നിങ്ങളും വാഷിംഗ്ടൺ DC എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കാര്യം മനസ്സിലാലോചിക്കുക, നടക്കുന്നത് തന്നെയായിരിക്കും എപ്പോഴും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം കാറും കൊണ്ട് എല്ലായിടത്തും പോകാൻ ഉറപ്പായിട്ടും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു നേരത്തെ പറഞ്ഞ പോലെ പാർക്കിംഗ് പ്ലേസ് കണ്ടെത്തുക, അവിടെ പാർക്ക് ചെയ്യുക, ആൻഡ് ദെൻ യു വാക്ക് ആൻഡ് എക്സ്പ്ലോർ. നിങ്ങൾ ഈ കാണുന്നതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഇവിടുത്തെ ഫൈനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവിടെയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എങ്ങോട്ട് നടന്നാലും എല്ലായിടത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബിൽഡിങ്സ് ആയിരിക്കും നമുക്കിവിടെ വാഷിംഗ്ടൺ DC-യിൽ കാണാനുള്ളത്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ ഏറ്റവും കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്, വൈറ്റ് ഹൗസ്. ദ വൈറ്റ് ഹൗസ് അമേരിക്കൻ പ്രസിഡന്റ് താമസിക്കുന്ന സ്ഥലമാണിവിടെ. പണ്ടിതറിയപ്പെട്ടിരുന്നതേ എക്സിക്യൂട്ടീവ് മാൻഷൻ അല്ലെങ്കിൽ പ്രസിഡൻസ് ഹൗസ് അല്ലെങ്കിൽ പ്രസിഡൻസ് പാലസ് എന്നായിരുന്നു. പിന്നീട് 1901 അന്നത്തെ പ്രസിഡന്റായിരുന്ന തിയോഡോർ റൂസവെൽറ്റാണ് ഈ പേരുകളെല്ലാം മാറ്റിയിട്ട് വൈറ്റ് ഹൗസ് എന്നുള്ള പേര് ഒഫീഷ്യലി നൽകിയതത്രേ. കണ്ടാൽ സിമ്പിൾ, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ്റ് ആയിട്ടാണ് ഇവരിതിൻ്റെ ആർക്കിടെക്ചർ ഫുള്ളി ചെയ്തിരിക്കുന്നത്. അയ്യോ, അത് പറഞ്ഞില്ലല്ലോ, നമ്മളിപ്പോൾ ശരിക്കും നിൽക്കുന്നതേ വൈറ്റ് ഹൗസിൻ്റെ ബാക്ക് സൈഡിലാണ്. കാരണം ഇവിടെ നിന്നാലേ നമുക്കെല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയോ, ഒരു പ്രസിഡന്റ് ഇതുവരെ ഈ വൈറ്റ് ഹൗസിൽ താമസിച്ചിട്ടില്ല. അത് US-ലെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ജോർജ് വാഷിംഗ്ടൺ ആണ്. പിന്നെ എവിടെ പോയാലും ഫോട്ടോ ഒക്കെ എടുക്കുന്ന മസ്റ്റ് ആയതുകൊണ്ട് എന്നെ ഒരു കപ്പിൾ ഫോട്ടോ എടുക്കാൻ വിളിച്ചു ഗൈസ്. ഈശ്വര ഭഗവാനെ, ഫോട്ടോയുടെ അവസ്ഥ എന്തായി കാണുമോ എന്തോ. നമ്മളും തീരെ മോശമാകാൻ പാടില്ലല്ലോ. നമ്മളും എടുത്തു 4-3-7 ഫോട്ടോ. ഇരിക്കട്ടെ. നീ എന്താണ് പറഞ്ഞത്? എന്താ ഹാൻഡിക്യാപ്പ് എന്താണ്? എന്താ സെക്യൂരിറ്റിയുടെ കാര്യം പിന്നെ പറയേ വേണ്ടല്ലോ. 24/7 ആണ്. അതിൽ കൂടുതലും ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ പോയ സമയത്ത് ജോ ബൈഡൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ ഇതൊന്നുമല്ല, സ്നൈപ്പേഴ്സൊക്കെ വെച്ച് ആൾക്കാർ മേളിൽ ടെറസിലിരുന്ന് വെടിവെക്കാൻ റെഡി ആയിരിക്കും. അങ്ങനെ വൈറ്റ് ഹൗസിനോട് ടാറ്റ ബൈ ബൈ സിയു പറഞ്ഞ് നമ്മൾ അടുത്ത പോയത് ഐസൻഹവർ എക്സിക്യൂട്ടീവ് ഓഫീസ് ബിൽഡിംഗ് ആണ്. ഇവിടെയാണ് വൈറ്റ് ഹൗസ് സ്റ്റാഫ്സിൻ്റെ മെജോറിറ്റി ഓഫീസുകളുള്ളത്. ഞാൻ തൊപ്പിയെടുത്തത് എന്തുകൊണ്ട് നന്നായി, ഇല്ലെങ്കിൽ വെന്തുരുകി ഇവിടെ കിടന്നേനെ. അത്രയ്ക്കും ചൂട്. അക്കു തൊപ്പിയെടുത്തില്ലല്ലോ. ഓ, പക്ഷെ അക്കുന് ഹെയർ സ്റ്റൈൽ പോകുന്ന വിചാരിച്ചിട്ട് തൊപ്പിയൊന്നും എടുത്തില്ല. ഓക്കെ, പക്ഷെ ഷെയ്ഡ്സ് ഉണ്ട് അക്കുനുണ്ട്, കുഴപ്പമില്ല അല്ലേ. ഫൈനലി തണലുള്ള ഒരു സ്ഥലത്ത് എത്തി.
ഈ കാണുന്നതെല്ലാം ഫുഡ് ട്രക്കുകളാണ്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വന്നോ? എനിക്കാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ ഉത്സവപ്പറമ്പിൽ ഇങ്ങനെ ഫ്ലോട്ടുകളൊക്കെ നിർത്തിയിട്ടത്തില്ലേ, അതുപോലെ എനിക്ക് തോന്നി. ഗൈസ്, ഇത്രയും നേരം ചൂടത്തൂടെ നടന്ന് ഫൈനലി ഒരു തണലുള്ള സ്ഥലം എത്തിയപ്പോഴത്തേക്കും അയ്യോ, നമുക്ക് ഈ തണുത്ത വെള്ളം കിട്ടിയ ഒരു ആശ്വാസം. ഇതാണ് വാഷിംഗ്ടൺ മോണ്യുമെന്റ്. ആക്കു പറയുന്നുണ്ടായിരുന്നു 555 ഫീറ്റ് ആണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഐഫിൽ ടവർ വരുന്നതിന് മുന്നേ ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ് ആയിരുന്നു. ശരിക്കും തോന്നി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെൻസിൽ ഇങ്ങനെ മണി ഒടിയുമ്പോ നമ്മളിങ്ങനെ ഷാർപ്പ് ചെയ്യത്തില്ലേ, അപ്പൊ കൂർത്ത മണി വരത്തില്ലേ, അതുപോലെ ഉണ്ട്. ഇതേ നോക്കിക്കേ, എന്നിട്ട് ആ കൂർത്ത മുന ഇങ്ങനെ നമ്മുടെ ആ ക്ലൗഡ്സിനെ മേഘങ്ങൾ ഇങ്ങനെ കുത്തുന്ന പോലെ. അയ്യോ, ഇതേ കുറെ മലയാളീസ്. അത് ക്ഷീണിച്ചോ? ഉഷാറല്ലേ? അയ്യോ, എനിക്ക് എവിടെങ്കിലും ഇരുന്നാ മതിയേ. കസാര. അക്കോ, നമുക്ക് സീറ്റ് കിട്ടിയിട്ട് നമ്മൾ ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും വെയില് നമ്മളെ ചതിക്കുക. എഴുന്നേക്കാൻ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോ. എനിക്ക് നടന്നു വയ്യ ഗൈസ്. ഇത്ര നടക്കുന്ന കുഴപ്പമില്ല, ചൂടും കൂടെ ആകുമ്പോഴത്തേക്കേ ഭയങ്കരമായിട്ട് തളർന്നു പോകുന്നു. എല്ലാവരും നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരു കുട്ടി ബ്രേക്ക് എടുത്തതാണ്. ആരെങ്കിലും DC ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളൊരു കുട്ടി ടിപ്പാണ്, ഒരിക്കലും ഈ ചൂട് സമയത്ത് വരാൻ നിൽക്കരുത്. ദ ബെസ്റ്റ് ടൈം ഇസ് ഒന്നെങ്കിൽ സ്പ്രിംഗ് ടൈമിൽ വരിക, ദാറ്റ് ഈസ് മാർച്ച് ടു മെയ്, അല്ലെങ്കിൽ ഫോൾ സമയത്തായിരിക്കും, ദാറ്റ് ഈസ് സെപ്റ്റംബർ ടു നവംബർ. ഇത് രണ്ടുമാണ് ബെസ്റ്റ് ടൈം ടു വിസിറ്റ് DC. എവിടെ പോയാലും സോവിനിയർ മസ്റ്റാണല്ലോ, കാരണം ശരിക്കും നമ്മൾ ആ സ്ഥലത്തെത്തിയതിൻ്റെ ഒരു പ്രൂഫാണ്. അങ്ങനെ ഞങ്ങളും വാങ്ങി ഓരോ സോവിനിയർ വീതം. ആമി, നമ്മളിപ്പോ എവിടെയാണ്? വാഷിംഗ്ടൺ മോണ്യുമെന്റ്. ജോർജ് വാഷിംഗ്ടൺ, അദ്ദേഹം ഉള്ളപ്പോഴായിരുന്നു ഇതിൻ്റെ പണികളെല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ ഇത് ഡിലേ ആയി. ഏകദേശം 39 വർഷത്തോളം എടുത്തു ഇതിൻ്റെ പണി പൂർത്തിയാവാൻ. പക്ഷെ അതിനു മുന്നേ തന്നെ അദ്ദേഹം മരണപ്പെട്ടിരുന്നു. സോ ദിസ് വാസ് ബിൽറ്റ് ടു കമ്മെമറേറ്റ് ജോർജ് വാഷിംഗ്ടൺ. നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ലിങ്കൺ മെമ്മോറിയൽ അല്ലേ? ലിങ്കൺ മെമ്മോറിയൽ ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഗൈസ്. അതാണ് ലിങ്കൺ മെമ്മോറിയൽ. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഇതാണ് വേൾഡ് വാർ II മെമ്മോറിയൽ. എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇത് ശരിക്കും 2ാം ലോകമഹായുദ്ധത്തിൻ്റെ സമയത്ത് ഇവിടെ സേവനമനുഷ്ഠിച്ച ആംഡ് ഫോഴ്സസിൻ്റെ ആൾക്കാർക്കും അതുപോലെ തന്നെ സിവിലിയൻസിനും വേണ്ടി പണിതതാണ്. ഇനി ഈ മെമ്മോറിയലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൽ 56 ഗ്രാനൈറ്റ് പില്ലേഴ്സ് ഉണ്ട്. ആൻഡ് ഈ ഓരോ പില്ലറുകളും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ ബ്രോൺസ് ലോറൽ റീത്ത് വെച്ചിട്ടാണ്. ആൻഡ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഓരോന്നിനും അടിയിൽ ഇങ്ങനെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഓരോ US സ്റ്റേറ്റ്സിൻ്റെയും അതേപോലെ ടെറിട്ടറീസിൻ്റെയും പേരുകളാണ്. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് അറ്റ്ലന്റിക്കും അതുപോലെ തന്നെ പസഫിക് എന്നും പറഞ്ഞിട്ട് 2 കുഞ്ഞു ട്രയംഫൽ ആർച്ചസും ഉണ്ട്. കൂടാതെ ഒരു അടിപൊളി ഫൗണ്ടനും കാണാൻ പറ്റുമെന്നേ. ഈ ഒരു വേൾഡ് വാർ II മെമ്മോറിയൽ വന്നിട്ട് ശരിക്കും വാഷിംഗ്ടൺ മോണ്യുമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ലിങ്കൺ മെമ്മോറിയലിൻ്റെയും നടുവിലായിട്ടാണ്. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ US സ്റ്റേറ്റ്സിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്ന്. അത് ശരിക്കും 1945 48 US സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ US സ്റ്റേറ്റ്സിൻ്റെ പേരുകളും അതുപോലെ തന്നെ ടെറിട്ടറീസിൻ്റെ പേരുകളാണ് ഇപ്പോഴും അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നടന്ന് തളർന്നിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ തളർന്നോ? തളർന്നില്ല, ഇനിയും പോവും. ഓ, അതാണ് ആത്മവിശ്വാസം. ആത്മവിശ്വാസമല്ല, ശക്തി.
വേണേ ഇവന്റെ പുറത്ത് കയറിക്കാം, വെയിറ്റ് അറിയത്തില്ല. അല്ല ചോദിച്ചു പ്രഭു ജോക്സ്. ഇതേ ഒരു കളർഫുൾ വണ്ടി. ലോകത്തുള്ള എല്ലാ ഐസ്ക്രീമിന്റെയും സ്മൂത്തികളുടെയും പേരെല്ലാം ഈ വണ്ടിയിലുണ്ട്. ഇനി ആ ചേട്ടൻ അതിനകത്ത് ഒന്നും കൂടി ആഡ് ചെയ്യാനുള്ള സ്ഥലമേ ഇല്ല. ഗൈസ്, നടന്ന് അവശതയായിട്ട് ഇനി ഒരു തുള്ളി പോലും നടക്കാൻ വയ്യ. അതുകൊണ്ട് ഒരു പോച്ചയും പച്ചപ്പൊക്കെ കണ്ട് ഇവിടെ പോയിരുന്നു. എൻ്റെ മടി ഇതാ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ഇതാ കിടക്കുന്ന കണ്ടില്ലേ ഗൈസ്. ഭയങ്കര അടിപൊളി ഒരു സ്ഥലം, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള, കുറേ സമാധാനം കിട്ടുന്ന, മനസ്സമാധാനം കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലം. കാറ്റും നല്ല തണലും എല്ലാം കൂടി ആയിട്ട് ഒരു അടിപൊളി എൻവയോൺമെൻറ്റ്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ ഇതാ ഈ സൈക്കിൾ പോകുന്നുണ്ടല്ലേ, എനിക്ക് സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ നടക്കേണ്ട ആവശ്യം വരുത്തായിരുന്നു. ഞാൻ ഇതിനകത്ത് പോയേന്, കാരണം നടന്ന് എൻ്റെ ചെരുപ്പ് തേഞ്ഞു. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേക്കും ഈ ഒരു സ്ഥലം ഇങ്ങനെ ആയിരിക്കത്തില്ല കാണാൻ. ഭയങ്കര ഭംഗിയായിരിക്കുമെന്നേ. കാരണം ആ സമയത്താണ് ചെറി ബ്ലോസം. അപ്പോൾ ഈ സ്ഥലം ഇങ്ങനെയല്ല, ഈ പടത്തിൽ കാണുന്നില്ലേ അതുപോലെ ആയിരിക്കും, ഭയങ്കര കളർഫുള്ളായിട്ട്. അപ്പോൾ അടുത്ത വർഷം ഇത് കാണാൻ വരണം എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. അങ്ങനെ ഫൈനലി നടന്ന് നമ്മൾ ലിങ്കൺ മെമ്മോറിയലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോഴും എനിക്ക് നമ്മൾ താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന പോലെ തോന്നി. താജ്മഹലിൻ്റെ ആർക്കിടെക്ചറോ അങ്ങനെയൊന്നുമല്ല, പക്ഷെ ആ ഫ്രണ്ടിലത്തെ വ്യൂ എനിക്ക് എന്തോ അങ്ങനെ റിസംബ്ലൻസ് പോലെ ഫീൽ ചെയ്തു. എബ്രഹാം ലിങ്കൺ, അമേരിക്കയിലെ എക്കാലത്തെ മികച്ച പ്രസിഡന്റിന് വേണ്ടിയുള്ള സ്മാരകം. അദ്ദേഹം മരിക്കുന്ന സമയത്ത് 36 സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 36 സംസ്ഥാനങ്ങളെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് 36 തൂണുകളിലായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമാണ് ഇവിടെയെങ്കിലും എടുത്തു പറയേണ്ട ഒന്നുണ്ട്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന ലോക പ്രശസ്തമായിട്ടുള്ള പ്രസംഗം അത് അരങ്ങേറിയത് ഇവിടെയാണ്. അമ്മ, വാഷിംഗ്ടൺ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, സൂപ്പർ ആയിരുന്നു. ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു വാഷിംഗ്ടൺ? വെയിലാ, ഭയങ്കര വെയിലാണ്. അടുത്തു. അച്ഛാ, എങ്ങനെ ഉണ്ടായിരുന്നു വാഷിംഗ്ടൺ? ഇഷ്ടപ്പെട്ടോ? ചേട്ടാ പോവാം, നമുക്ക് എവിടെയാ ബാൾട്ടിമോർ പോണോ? പോവാം. ഗൈസ്, ഇതാണ് ജെഫേഴ്സൺ മെമ്മോറിയൽ. US-ൻ്റെ 3ാമത്തെ പ്രസിഡന്റും അതുപോലെ തന്നെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ രചയിതാവും കൂടിയായ തോമസ് ജെഫേഴ്സന് വേണ്ടിയുള്ള സ്മാരകം. അങ്ങനെ നമ്മൾ ഉച്ചക്കലത്തെ ലഞ്ച് കഴിക്കാൻ പോവാണ് ഗൈസ്. എവിടെയാണെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. തേഞ്ഞൊട്ടി ഗൈസ്. ഇവിടെ വന്നപ്പം കട ഇതുവരെ ഓപ്പൺ ആയിട്ട് പോലും ഇല്ല. സ്പൈസെക്സ് പോയാലെന്താ? അതെ, നമ്മുടെ സ്വന്തം പാണ്ട എക്സ്പ്രസ്. നമ്മളിന്ന് ഇവിടെ നിന്നാണ് 5 മണിക്ക് ലഞ്ച് കഴിക്കാൻ പോകും. എന്റെ ചാനലിൽ ഒരു ഹായ് പറയൂ. ഹായ്, ഒരു ഫ്ലൈങ് കിസ് കൊടുക്കും. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്ലീസ് പറയൂ.
നമ്മളിപ്പോൾ നിൽക്കുന്നതേ സുപ്രീം കോർട്ട് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഫ്രണ്ടിലാണ്. ഞാനിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഫാനായത് ഇവിടുത്തെ വൃത്തി കണ്ടിട്ടാണ്. എന്ത് നീറ്റായിട്ടാണ് അവരെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇത്രയൊക്കെ ബിൽഡിങ്സ് കണ്ടു. പക്ഷെ സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഇതുവരെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിൽഡിംഗാണ് US ക്യാപിറ്റോൾ. നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് പോലത്തെ ഒരു ബിൽഡിംഗ്. ആക്ച്വലി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നൊരു കിടിലൻ സ്പോട്ടാണ് ഇവിടെ കേട്ടോ. ഒരുപാട് വലിയ വലിയ ഇവൻറ്റ്സ് നടക്കുന്ന സ്ഥലമാണ് ക്യാപിറ്റോൾ ബിൽഡിംഗ്. പക്ഷെ അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് US പ്രസിഡന്റ് തൻ്റെ പ്രസിഡൻഷ്യൽ ഓത്ത് എടുക്കുന്നത് ക്യാപിറ്റോൾ ബിൽഡിങ്ങിലാണ്. ഇതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജനങ്ങളെ നോക്കി US പ്രസിഡന്റ് അഭിവാദ്യം ചെയ്യുന്നത്. എന്താണ് അത്രയും ബ്യൂട്ടിഫുൾ നാച്ചുറൽ ആയിട്ടുള്ള സൺലൈറ്റ് ആണ്. കാരണം ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു സമയം 7:45 ആയി. പക്ഷെ സൺസെറ്റ് ഇതുവരെ ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു പ്രത്യേക ഭംഗിയും അതുകൊണ്ട് നമുക്ക് കുറച്ച് നല്ല അടിപൊളി പിക്സ് എടുക്കാൻ പറ്റി. അങ്ങനെ DC ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഇതാ വെറൈറ്റി വീടുകളൊക്കെ കാണുന്നുണ്ട്. എനിക്ക് മറ്റേ വിസാർഡിൻ്റെ വീടുകളൊക്കെ ഓർമ്മ വന്നു, അതുപോലെ ഇരിക്കുന്നു. പിന്നെ നോക്കിയപ്പോഴേ ഒരു കൂട്ടം പോലീസ് വണ്ടികൾ ഇങ്ങനെ പുറകിലായിട്ട് വരുവാണേ. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഓഹോ നമ്മളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാനാണെന്ന്. പിന്നെ മനസ്സിലായി അല്ല, ചിലപ്പോൾ ആരെങ്കിലും സ്പെഷ്യൽ വല്ല പ്രസിഡന്റോ അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടാവുമെന്ന്. പക്ഷെ ആരും ഇല്ലായിരുന്നു. ശശിയായത് മിച്ചം. ഇപ്പോൾ സമയം 8:40 അങ്ങനെ ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മളിതാ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് നിർത്തിയത്. കിട്ടിയ കാറ് കാണിച്ചു. ഗൈസ്, വാഷിംഗ്ടൺ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ സൂപ്പർ. അപ്പോ ബൈ. എല്ലാവരോടും ടാറ്റ ബൈ ബൈ സി ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ ഇനി പോകുന്നത് വീട്ടിലേക്കാണ്. അപ്പോൾ ഇനി വീടെത്തിയിട്ട് കാണാം. ഗൈസ്, അങ്ങനെ ഫൈനലി വീടെത്തി. ഇപ്പോൾ സമയം 12:50. പക്ഷേ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്ന് പറയുന്ന പോലെ ആദ്യം തന്നെ നമുക്ക് സോവിനിയർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. സോ വാഷിങ്ടൺ സോവിനിയർ. ഇനി ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ പോയി സോവിനിയർ കളക്ട് ചെയ്യണം, അതാണ് ആഗ്രഹം. നല്ല ഉറക്കക്ഷീണമുണ്ട്. കാറിൽ നല്ല ഉറങ്ങുമായിരുന്നു. അപ്പോൾ എൻ്റെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരും അത് മൈൻഡൊന്നും ആക്കണ്ട. അങ്ങനെ വാഷിങ്ടൺ ട്രിപ്പ് കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. എനിക്ക് പേഴ്സണലി എനിക്കും അക്കൂനും പോയതിൽ ഇഷ്ടപ്പെട്ടത് ക്യാപിറ്റോളും പിന്നെ ലിങ്കൺ മെമ്മോറിയലും പൊളിയായിരുന്നു. ക്യാപിറ്റോൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ആ ഒരു സമയമായപ്പോഴത്തേക്കും സൺസെറ്റ് ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് അടിപൊളി പിക്സ് എടുക്കാൻ പറ്റി. മൊത്തത്തിൽ അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. പക്ഷേ നമുക്ക് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഹൗസിൽ പോയ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. ആ സമയത്ത് തൊപ്പിയിട്ടത് പകുതി ആശ്വാസമായി, അത്രേ പറയാനുള്ളൂ. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ നടന്ന് ഭയങ്കരമായിട്ട് ക്ഷീണം വരുമായിരുന്നു. നല്ല ചൂടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമേ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം കിടിലൻ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.